എൻ്റെ സുചേട്ടൻ്റെ ചടങ്ങിൻ്റെ വീഡിയോയ്ക്ക് അടിയിൽ കുറേ കമൻസ് കണ്ട് ഞാൻ അഭിനയിക്കുവാണ്, എൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് വരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ക്യാമറാമാനെ അവിടെ ഇവിടെ നിന്ന് ഷോട്ട് എടുക്കാൻ എടുത്തത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ അഭിനയിക്കും ആൽബത്തിലും സിനിമയിലും, അതുപോലെ ഓരോ എൻ്റെ ഹസ്ബൻഡിന്റെ കല്ലറയ്ക്ക് മുന്നിൽ എനിക്ക് അഭിനയിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ഞാൻ കരഞ്ഞാൽ നിങ്ങൾ പറയാതെ ഗ്ലിസർ ഇട്ട് കരഞ്ഞാണ്, കരഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറയാൻ ഞാൻ അഭിനയിക്കും ഒരിക്കലും കണ്ണുനീരില്ലെന്ന്. എനിക്കെന്തിനാണ് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നിങ്ങളെ ബോധിപ്പിക്കുന്നത്? എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്, എനിക്ക് അവരുടെ സ്നേഹം മാത്രം മതി. കേട്ടല്ലോ, നിങ്ങളുടെ ഈ നെഗറ്റീവ് വീഡിയോ ഒന്നും കണ്ട് തളരുന്നവളല്ല രേണു, മനസ്സിലായോ? എനിക്ക് സങ്കടമില്ല സൂചേട്ടൻ മരിച്ചത്, എന്ത് സങ്കടമില്ലെന്ന്. ചടങ്ങ്, കല്ലറയിലെ ചടങ്ങും വീട്ടിലെ ചടങ്ങ് കഴിഞ്ഞാൽ ആ ചടങ്ങ് കഴിഞ്ഞു. അന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടമില്ല, സങ്കടം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണം? എന്റെ സഹപ്രവർത്തകരും എന്റെ കുടുംബക്കാരുമായിട്ട് എനിക്കിത് ചിരിക്കാൻ പാടില്ലേ? എനിക്ക് ചിരിക്കാൻ വിലക്കുണ്ടോ ഈ ലോകത്തിൽ? എനിക്ക് മാത്രം നഷ്ടമില്ലെന്ന്. നിങ്ങൾ 2 ദിവസം മുമ്പായിരുന്നു സുധിയുടെ ഓർമ്മ ദിവസം. അന്നത്തെ ദിവസം രേണു സുധിയൊക്കെ ചടങ്ങും കാര്യങ്ങളൊക്കെ വീട്ടിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. രേണു സുധിയെ അറിയാവുന്ന കുറേയധികം പേര് അവിടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ആ ഒരു ദിവസം നടത്തിയ ഒരു ചടങ്ങിൽ അലൻ ജോസ് പെരേരയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം മീഡിയസൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ മുമ്പിലൊക്കെ ഭയങ്കരമായിട്ട് ഡാൻസ് കളിച്ച് ഭയങ്കരമായിട്ട് കോപ്രായം കാണിക്കുമായിരുന്നു. ആ ഒരു വീഡിയോ ഒക്കെ കുറേയധികം പേര് കണ്ടിട്ടുണ്ടായിരിക്കാം. ആ ഒരു വീഡിയോ പുള്ളിക്കാരൻ ഡാൻസ് കളിക്കുന്ന സമയത്ത് ഇങ്ങനെ കോപ്രായം രീതിയിൽ ആ ഒരു ദിവസം, അതൊരു സ്പെഷ്യൽ ഡേ ആണ്, ഒരു സുധിയുടെ ഓർമ്മ ദിവസമാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് കോപ്രമായിട്ടുള്ള രീതിയിൽ ഡാൻസും പാട്ടും ചെയ്യുന്ന സമയത്ത് രേണു സുധി പുറകിൽ നിന്ന് എന്ത് ചെയ്യുക, കൈ കൊട്ടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ വെളിയിൽ ഇറങ്ങിയതിന് ശേഷം രേണുവിനെതിരെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവാണ് വന്നുകൊണ്ടിരുന്നത്. ഇങ്ങനത്തുള്ള കോപ്രായങ്ങളൊക്കെ ആ ഒരു ദിവസം കാണിക്കുന്ന സമയത്ത് രേണുവിന് പറയാമായിരുന്നു, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയാമായിരുന്നു. അതിന് പകരം ഉണ്ടെങ്കിൽ കൈകൊട്ടി നിൽക്കുകയാണോ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യമാണ് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഇഷ്യൂ ഒക്കെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ വന്നതിന് ശേഷം ഈ ഒരു അലൻ ജോസ് പെരേരയും വേറൊരു ഫ്രണ്ടും കൂടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് ഇവൻ ചെയ്ത സമയത്ത് രേണു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ചെയ്യത്തില്ലായിരുന്നു, രേണു വരെ അവിടെ കൈകൊട്ടി നിന്നതാണ്, അത് ഇവൻ്റെ മാത്രം തെറ്റല്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു കൂട്ടുകാരൻ, അലൻ ജോസ് പെരേരയുടെ കൂട്ടുകാരൻ പറയുന്നുണ്ടായിരുന്നു. ഇത് മൊത്തത്തിൽ ഇപ്പോൾ രേണുവിൻ്റെ തലയിലാണ് വന്നേക്കുന്നത്. രേണു എന്താണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഇതേ സമയത്തുണ്ടെങ്കിൽ മകനായിട്ടുള്ള കിച്ചു കൊല്ലത്ത് ഈ ഒരു ഓർമ്മ ദിവസം നടത്തിയിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയൊരു ചടങ്ങ് പോലെ നടത്തിയിട്ടുണ്ട്. അവിടുത്തെ വീഡിയോസ് ഇപ്പം വെളിയിൽ വരുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഇമോഷൻ, ആ ഒരു എന്താണോ അതിന് വേണ്ട ഒരു പ്രാധാന്യം കൊടുത്താണ് ആ ഒരു ചടങ്ങ് നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ട് രേണു സുധി ഇങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ആൾക്കാർ ചോദിക്കുന്നത്.